ഹലോ, ദീപിക്ക് ഇത് എന്തു പറ്റി? വല്ല കവിത എഴുതാൻ തുടങ്ങാനുള്ള ഉദ്ദേശമുണ്ടോ? അതെന്താ? അല്ല, ഈ പേപ്പർ നിറയെ ഓരോ പേരുകൾ എഴുതി കൂട്ടിയിരിക്കുന്നു, അതും പെൺകുട്ടികളുടെ പേരുകൾ. അതോ? അത് ഞാൻ വെറുതെ ഒന്നും അല്ല, എന്തോ രൂഢായിപ്പുണ്ടല്ലോ മാഷെ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, എന്താ ഉദ്ദേശം? ഒന്നുമില്ലെന്നേ. ഒന്നും ഉണ്ടെന്നേ? പിന്നെ വീപ്പിക്ക് എന്തിനാ ഇത്രയും പേരുകള്, അതും പെൺകുട്ടികളുടെ പേരുകള്? വീപ്പ എന്താ വല്ല പേരിടൽ ചടങ്ങിനും പോകുന്നുണ്ടോ? അതെ, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാ. എന്റെ ഒരു ഫ്രണ്ടിന്റെ മോന് വേണ്ടി. മോനാണെങ്കി പിന്നെ എന്തിനാ പെൺകുട്ടികളുടെ പേര്? മോനല്ല, മോന്റെ കുഞ്ഞിന് വേണ്ടി, പെൺകുഞ്ഞാ. അപ്പോ നല്ല കുറച്ച് പേരുകൾ സജസ്റ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. അതിനുവേണ്ടി എഴുതി വെച്ചതാ. പിന്നെ പേര് പറഞ്ഞു കൊടുക്കാൻ വീപ്പി ആരാ? മലയാള മുൻഷിയോ? ഇതൊന്നും അല്ല, വേറെ എന്തോ കാര്യത്തിനാ. അല്ലപ്പോ സത്യമായിട്ട് അതിനു വേണ്ടി തന്നെയാ. അല്ല, നിനക്കിതിൽ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആയിൽ സ്റ്റാർട്ട് ചെയ്താണോ നല്ലത്? ദോഷം പറയരുതല്ലോ. വീപ്പിയുടെ പേര് സെലക്ഷൻ തീരെ പോരാ. ഇതല്ല സ്ഥിരം പേരല്ലേ? എന്നാ പിന്നെ നീ ഒരു പേര് പറ. മോഡേൺ പേര് വേണോ അതോ പഴയ പേരാണോ അവർക്കിഷ്ടം? ഒരുപാട് മോഡേൺ വേണ്ട, എന്നാ തീരെ പഴതും വേണ്ട. രണ്ടിന്റെ ഒരു മിഡിൽ റേഞ്ചിൽ നിന്നാ മതി. ശരി, കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ പേരെന്താ? അച്ഛൻ്റെ അതിപ്പോ അങ്ങനെ നോക്കണ്ട, ഒരു നല്ല പേര് അത്ര മതി. ദക്ഷ, നല്ല പേരല്ലേ? അല്ലെങ്കിൽ ധര? ഇനി കുറച്ചും കൂടി പഴമ വേണമെങ്കിൽ ജാനകി, എന്താ? ജാനകി നല്ല പേരാണ്, എന്റെ അമ്മയുടെ പേരാ. അതിന് വീപ്പിയുടെ അമ്മയുടെ പേരല്ലല്ലോ കൂട്ടുകാരന്റെ മോന്റെ കുഞ്ഞിനിടേണ്ടത്. ഓ, അത് ശരിയാണല്ലോ, ഞാനത് മറന്നു. എന്നാലും ജാനകി നല്ലൊരു പേരായിരുന്നു. നമുക്കൊരു ഓപ്ഷൻ കൊടുത്തു നോക്കാം അല്ലേ? കൊടുത്തു നോക്ക്, ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. അമ്മ എത്തിയല്ലോ. പാർലർ മുതലാളി ഇന്ന് നേരത്തെ ആണല്ലോ, എന്തു പറ്റി? ഇന്ന് നേരത്തെ ഫ്രീ ആയി. എന്താ രണ്ടാളും ഭയങ്കര ഡിസ്കഷനിലാണല്ലോ, എന്താ സംഭവം? കേട്ടോമ്മേ, വീപ്പി ഫീൽഡ് ഒന്ന് മാറ്റിപ്പിടിക്കാനുള്ള ശ്രമത്തിലാ. നവജാത ശിശുക്കൾക്ക് ആകർഷകവും അർത്ഥപൂർണവുമായ പേരുകൾ ഇട്ടുകൊടുക്കപ്പെടും എന്നൊരു ബോർഡ് വെച്ചാ അത്യാവശ്യം ചില്ലറ കിട്ടുന്ന വകുപ്പുവാ. പേരിട്ട് കൊടുക്കുന്നോ? എന്താ വിപി, എന്താ സംഭവം? ഒന്നുമില്ലെന്നേ. എന്നെ കളിയാക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഞാൻ കളിയാക്കിയതല്ലമ്മേ, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ദാ ഇത് കണ്ടോ, വിപിയുടെ ഫ്രണ്ടിന്റെ മോന്റെ കുഞ്ഞിനിടാൻ വിപി സജസ്റ്റ് ചെയ്ത പേരുകളാ ഇതൊക്കെ. ദോഷം പറയരുതല്ലോ, എല്ലാം നല്ല ബെസ്റ്റ് പേരുകളാ. അമ്മയ്ക്ക് കേൾക്കണോ? അനാമിക, അഞ്ജലി, അവനി, അർപ്പിത, അനിത, ഗായത്രി, ഗംഗ, കവിത, ശരണ്യ, ഹിമ, ഗാഥ. എങ്ങനെയുണ്ട്? എല്ലാം നല്ല വെറൈറ്റി പേരല്ലേ അമ്മ? ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യണുണ്ടോ? എന്റെ വക കോൺട്രിബ്യൂഷൻ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇല്ല, എനിക്കൊരു സജഷനും ഇല്ല. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്തു പറ്റി? ഗീതാലക്ഷ്മി അത്ര നല്ല മൂഡിലെല്ലാം തോന്നില്ല വിപി. എന്നാ ഞാൻ അമ്മ ഫ്രഷായി വരുമ്പോഴേക്കും ഒരു കിടിലൻ കോഫി കൊടുക്കാം. പാവത്തിന്റെ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറട്ടെ. എന്നാ പിന്നെ വിപി പറ്റിയ പേര് ആലോചിച്ചോ, ഒരു കോഫി ആവാ അല്ലേ? ഹലോ മുത്തശ്ശി, മുത്തശ്ശി ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? ഇല്ല മോളെ, മുത്തശ്ശി നാളെ തിരിച്ചെത്തുള്ളൂ. നിനക്കവിടെ സുഖം തന്നെയാണല്ലോ അല്ലേ? അതെ മുത്തശ്ശി, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ആ സ്ത്രീ അവിടുന്ന് പോയോ? ആരുടെ കാര്യം മുത്തശ്ശി? ആ ഏച്ചും പേച്ചും ഇല്ലാത്തൊരു സ്ത്രീ ഉണ്ടല്ലോ അവിടെ, നമ്മുടെ ടീച്ചറിന്റെ ബന്ധു. ഓ, ത്രേസ്യാമ്മച്ചിയോ? ത്രേസ്യാമ്മച്ചി ഇവിടെ തന്നെ ഉണ്ട്. എന്താ മുത്തശ്ശി? അവരെന്തിനാ പോകാതെ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ? അതിനിപ്പോ മുത്തശ്ശിക്ക് എന്താ? അവരവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ലെന്ന് കരുതിയതാ. ത്രേസ്യാമ്മച്ചി ഇവിടെ ഉള്ളതിന് മുത്തശ്ശി ഇവിടെ വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ മാളു, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. മുത്തശ്ശി തിരിച്ചു വരുന്നത് നിനക്കൊരു സമ്മാനമായിട്ടായിരിക്കും. സമ്മാനോ?
എന്ത് സമ്മാനം? അതൊക്കെ ഉണ്ട്. മുത്തശ്ശി നിന്റെ സങ്കടങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു പോംവഴിയായിട്ടാണ് വരാൻ പോകുന്നത്. ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞില്ലേ നിന്നോട്, തിരിച്ചു വരുമ്പോൾ നല്ല വാർത്തകൾ കേൾക്കാൻ തയ്യാറായിരിക്കണമെന്ന്. ഇനിയിപ്പോ അതിനുള്ള സമയമാ. അതെന്താന്ന് പറ മുത്തശ്ശി. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. മുത്തശ്ശി എന്തായാലും നാളെ അങ്ങോട്ട് വരാം. എന്നാ വെക്കട്ടെ മോളെ. ശരി. ആരാ മാളു വിളിച്ചത്? മുത്തശ്ശി ആന്റി. ഇന്ദിരാമ്മ തിരിച്ചെത്തിയോ? ഇല്ല, തീർത്ഥാടനം കഴിഞ്ഞ് നാളെ എത്തുള്ളൂന്ന്. എന്തോ ഒരു പണിയൊപ്പിച്ചിട്ടാണെന്ന് തോന്നുന്നു മുത്തശ്ശിയുടെ വരവ്. എന്തു പറ്റി? അല്ല, എന്റെ ദോഷങ്ങളൊക്കെ മാറ്റാൻ എന്തോ ഒരു പോംവഴി കണ്ടുപിടിച്ചിട്ടുള്ള വരവാ. ഇനി വരുമ്പോ അറിയാം ത്രേസ്യാമ്മച്ചിയായിട്ട് അടുത്ത വഴക്കിനുള്ള വരവാണോന്ന്. അതെ, അവര് തമ്മിലുള്ള പ്രശ്നത്തില് ആരും ഇടപെടാതിരിക്കുന്നതാ നല്ലത്. തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് അവരായിട്ട് തന്നെ തീർത്തോളൂ. അത് ശരിയാ, അത്രേ ഉള്ളൂ ആന്റി. എന്നാലും രണ്ടുപേരും മുഖത്തോട് മുഖം കണ്ട നമുക്കാണല്ലോ ടെൻഷൻ. നാളെ മിക്കവാറും ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഓ, നമ്മളതൊന്നും കാര്യമാക്കണ്ട, നീ വാ. ഇത്ര പെട്ടെന്ന് ബ്ലാക്ക് ടീ റെഡിയാക്കിയോ അമ്മേ? നീ എന്താ ഫുഡ് നല്ലോണം കഴിക്കാത്തത്? അത് മതിയമ്മേ. ഫുഡ് ഞാൻ മനഃപൂർവ്വം കുറച്ചതാ. വയറ് നിറച്ച് കഴിച്ചാൽ പിന്നെ ഉറക്കം വരും. പിന്നെ ഈ പഠിത്തം നടക്കില്ല. ഉറക്കം വരാതിരിക്കാനാ അമ്മയെ കൊണ്ട് ഞാൻ ബ്ലാക്ക് ടീ ഇടിപ്പിച്ച. എന്താ അമ്മ ചിരിച്ചേ? ഏയ് ഒന്നുമില്ല. ഇതെന്താ ഇപ്പൊ നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബോധോദയം തോന്നാൻ? സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണമെന്ന്? അത് വേണോ അമ്മേ? ഒരുപാട് ആലോചിച്ചാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. എൻ്റെ ഇഷ്യൂസ് എല്ലാം ഒരുവിധം ഒതുങ്ങിയില്ലേ? ഇനി എനിക്ക് എൻ്റെ സ്റ്റഡീസ് പൂർത്തിയാക്കണം. ആദ്യം ഡിഗ്രി, അത് കഴിഞ്ഞ് PG. PGക്കൊപ്പം സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങും തുടങ്ങണം. എല്ലാം കൃത്യമായി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. VPയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ ഞാൻ IAS എടുക്കണമെന്ന്? ഓ, അപ്പൊ VPക്ക് വേണ്ടിയാണോ? VPക്ക് വേണ്ടി മാത്രമല്ലമ്മേ, ഇത് എനിക്കും കൂടി വേണ്ടിയാ. പിന്നെ എൻ്റെ അമ്മയ്ക്കും. ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും VP എൻ്റെ ആഗ്രഹത്തിന് മുമ്പിൽ കീഴടങ്ങിയില്ലേ? അതിന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ഞാൻ ചെയ്യണ്ടേ? VPയുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുത്തോണ്ടായിരിക്കണം ഞാനത് ചെയ്യേണ്ടത്. അങ്ങനെ വേണ്ടേ അമ്മ? അതെ അപ്പു. എന്താ അമ്മ ആകെ വല്ലാതിരിക്കുന്ന? ഏയ് ഒന്നുമില്ല. അതല്ല, എന്തോ ഒരു സങ്കടം മനസ്സിലുണ്ട്. എന്താ അമ്മ? നമ്മൾ അനുഭവിച്ചതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു അമ്മയ്ക്ക്? ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നുണ്ടാവും? എന്താ അമ്മ അങ്ങനെ പറഞ്ഞ്? ഏയ് ഒന്നുമില്ല അപ്പു, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്നാലേ ഇനി കാര്യങ്ങളൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ നിൽക്കും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞാൻ IAS നേടും. എന്നിട്ട് എന്നെ അപമാനിച്ചവരുടെ മുമ്പിലൂടെ, ഒഴിവാക്കിയവരുടെ മുമ്പിലൂടെ നെഞ്ചു വിരിച്ച് ഞാൻ മടങ്ങി വരും. ഇതായിരുന്നു അപ്പു എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തും. അതെൻ്റെ ഒരു വാശിയമ്മേ. ഈശ്വരൻ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരട്ടെ അപ്പു. നീ പഠിച്ചോ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ, തന്റെ ജോലിയൊക്കെ കഴിഞ്ഞോ? ഇന്ന് താൻ ഇവിടെ ഇരിക്കുക. എന്താ കാര്യം? ആ, ഇരിക്ക്. അതെ, ഞാൻ അപ്പനോട് നേരത്തെ കള്ളം പറഞ്ഞതാ. പേര് എൻ്റെ ഫ്രണ്ടിന്റെ മകന് വേണ്ടിയാണെന്ന്. അതെനിക്ക് മനസ്സിലായി. ഞാനൊരു 5 പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് അപ്പുവിൻ്റെ കോൺട്രിബ്യൂഷനാ, ദക്ഷ. ദക്ഷ നല്ല പേരാ അല്ലേ? ദക്ഷ, അവനി, അർപ്പിത, അഞ്ജലി. ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് കേൾക്കണ്ട.
ബിപിക്ക് ഏത് പേരാ ഇഷ്ടമെന്ന് വെച്ചാ അത് സെലക്ട് ചെയ്തോ. എന്താ ഗീത, എന്തു പറ്റി? താൻ എന്തിനങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നത്? ഞാൻ പിന്നെ എന്ത് വേണം? തനിക്ക് പകരത്തിനൊരാളെ അച്ഛൻ കണ്ടുപിടിക്കാൻ പോകുന്നു എന്നറിയാതെ അച്ഛന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവിടെ ഉറക്കോളിച്ചിരുന്ന് പഠിക്കാപ്പോ. ആ മുഖത്ത് നോക്കി ദത്തെടുക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേര് നിർദ്ദേശിക്കാൻ കള്ളം പറഞ്ഞിട്ടാണെങ്കിൽ എങ്ങനെ തോന്നി വിപിക്ക്? മഹാപാപ ഇത് വിപി. നമ്മളെ കുഞ്ഞിനോട് ചെയ്യുന്ന ക്രൂരത ഇതൊക്കെ. എന്ത് ക്രൂരത, എന്ത് മഹാപാപം? ഇതാ, താൻ വെറുതെ എഴുതാപ്പുറം വായിക്കാൻ നിൽക്കണ്ട. ഞാൻ അപ്പുവിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല ഇതൊന്നും. അപ്പോയിട്ട് ഇങ്ങോട്ട് തന്ന സജഷനാ ഇതൊക്കെ. അതെന്തോ ആയിക്കോട്ടെ വിപി, അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് അപ്പുനോട് കള്ളം പറഞ്ഞ് എന്തുദ്ദേശിച്ചാ? സത്യം അറിഞ്ഞാൽ അപ്പു എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഭയന്നിട്ട് അല്ലേ? അതല്ലേ യാഥാർത്ഥ്യം? വിപി, ഇപ്പോഴും ഞാൻ പറയുക, ഇനിയും വൈകിട്ടില്ല. നമുക്ക് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറാം. അപ്പുവിന് പകരം അപ്പു മാത്രം മതി നമുക്ക്. ഇത്രയും നാളും അപ്പു നമ്മുടെ മോളായിരുന്നു. ഇനിയിപ്പോ അവള് മോനായ എന്താ കുഴപ്പം? അപ്പു ഒരു ആൺകുട്ടിയായിട്ടായിരുന്നു ജനിച്ചതെങ്കിലോ, എങ്കിൽ നമ്മൾ അവനെ സ്നേഹിക്കില്ലായിരുന്നോ? സ്നേഹിക്കുമായിരുന്നു. പക്ഷേ പെണ്ണായി ജനിച്ചവൾ ആണായി ജീവിക്കാൻ തീരുമാനിച്ച അതെല്ലാ അച്ഛനമ്മമാരും ഒരേപോലെ ഉൾക്കൊള്ളുന്നില്ല. ഇതുപോലുള്ള കുട്ടികളുടെ വീട്ടിൽ പോയി താനൊന്ന് അന്വേഷിച്ചു നോക്ക്. ഒന്നുകിൽ അവർക്കൊക്കെ വീടിന് പുറത്തായിരിക്കും സ്ഥാനം. വീട്ടിൽ നിന്ന് മാത്രമല്ല, ജന്മം കൊടുത്തവരുടെ മനസ്സിൽ പോലും മരിച്ചിട്ടുണ്ടാവും അവര്. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ, ഞാനത് ഉൾക്കൊണ്ടില്ലേ. അപ്പുവിന്റെ ആഗ്രഹത്തിനൊത്ത് നീങ്ങാൻ തന്നെയാണ് എന്റെ തീരുമാനം. താൻ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ എന്റെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. വേണ്ട വിപി, വിപി മുന്നോട്ട് തന്നെ പൊയ്ക്കോ. പക്ഷെ അതിനു മുമ്പ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അപ്പുവിനോട് തുറന്നു പറയാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. അപ്പുവിനെ ഒളിച്ചും മറച്ചും ഒരു ദത്തെടുക്കലിൽ ഞാൻ കൂട്ടി നിൽക്കില്ല. സത്യമായിട്ട് കൂട്ടി നിൽക്കില്ല. ആന്റി ഇരിക്കെ, ഞാൻ വിളമ്പാം. വേണ്ട മാളു, നീ ഇരുന്നോ, ഞാൻ വിളമ്പാം. നീ അത് അവളുടെ കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇരിക്കും ഡേയ്സമ്മേ. എന്നും നിനക്കിങ്ങനെ വിളമ്പി കൂട്ടാൻ പറ്റത്തില്ലല്ലോ. ഇനിയുള്ള കാലത്ത് പിള്ളേർ ഇതൊക്കെ ചെയ്ത് പഠിക്കട്ടെ എന്ന്. അല്ലേലും എന്നും ഇങ്ങനെ വെച്ച് വിളമ്പി കൊടുക്കാൻ ഇവരെന്നതാ പുതുമോടിയൊന്നും അല്ലല്ലോ. ഇനിയിപ്പോ വീട്ടുജോലിയൊക്കെ ചെയ്ത് പഠിക്കണം. അതിന് മാളുവിടെ വെറുതെ ഇരിക്കുന്നല്ലോ അമ്മച്ചി. തന്നെ കൊണ്ടാവും പോലെ മാളു മമ്മിയെ സഹായിക്കുന്നുണ്ട്, ഇല്ലേ മമ്മി? അതിപ്പോ നീ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ? അവളെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ലെന്നാ പരാതി. അതെ, ത്രേസ്യ അമ്മച്ചി പറയുന്നതിൽ കാര്യമുണ്ട്. നാളെ മുതൽ ഇവിടുത്തെ പാചകവും വീട് വൃത്തിയാക്കലൊക്കെ ഞാനായിരിക്കും. കേട്ടല്ലോ ആന്റി? അതിപ്പോ എല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും കാലം ഇവിടെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ അങ്ങ് പോയാ മതി. നമ്മൾ 3 പെണ്ണുങ്ങൾക്ക് കഷ്ടിച്ച് 1 മണിക്കൂർ ചെയ്യാനുള്ള ജോലി ഇല്ല ഈ വീട്ടില്. നീ അങ്ങോട്ട് ഇരിക്ക, ദാ ഒരുമിച്ചിരിക്കാം. അല്ല, എന്തിനാ അപ്പു വിളിച്ചത്? ആ, അത് പറയാൻ മറന്നുപോയി. എന്റെ നോട്ട്സ് ചോദിച്ചു വിളിച്ചതാ. നാളെ തന്നെ കൊണ്ടു കൊടുക്കണമെന്ന ഓർഡർ. കുറച്ചൊക്കെ എൻ്റെ അടുത്തുണ്ട്, കുറച്ച് വീട്ടിലാ. എല്ലാം കൂടി ഒന്ന് എടുത്തു വെക്കാൻ അമ്മയോട് പറയണം. അപ്പു സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം അപ്പൊ സീരിയസ് ആയിട്ട് തന്നെയാണോ പറഞ്ഞേ? പിന്നല്ലാതെ. അപ്പൊ രണ്ടും കൽപ്പിച്ച് തന്നെയാ ആന്റി. അടുത്ത ചാൻസിലെ ടോപ്പ് സ്കോറർ അപ്പു തന്നെ ആയിരിക്കും, അതെനിക്ക് ഉറപ്പാ. ഒന്ന് മനസ്സ് വെച്ചാ റാങ്കോട് കൂടി തന്നെ ആയിരിക്കും ആള് ഗ്രാജുവേഷൻ എടുക്കുന്നത്. ശരിയാ മമ്മി, IAS എടുക്കണമെന്ന ആഗ്രഹമൊക്കെ പണ്ട് എന്നോടും പറഞ്ഞിട്ടുണ്ട്. മാള് പറഞ്ഞതുപോലെ ഒന്ന് മനസ്സിരുത്തി ശ്രമിച്ച അപ്പുവിനെ കൊണ്ട് സാധിക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് ബ്രില്യന്റ് അപ്പു. എങ്കിൽ അപ്പുവിന് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കണം മാളു. ഡിഗ്രി കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്പുവിനെ ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ വിടാൻ
ഞാൻ വിജയോടും ഗീതയോടും പറയാം. അതിപ്പോ നമ്മളാരും പറയണമെന്നില്ല ആന്റി. ആ കാര്യത്തില് VP അങ്കിൾ അപ്പുന് കട്ട സപ്പോർട്ടാ. അങ്കിളിന് വേണ്ടി കൂടിയാ അപ്പു ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് തന്നെ. അതെ, വല്ലവരുടെയും കാര്യമല്ലാതെ ഇവിടുത്തെ കാര്യമൊന്നും പറയാനില്ലയോ ആർക്കും? അതെ അമ്മച്ചി, അപ്പോൾ ഈ വീട്ടിലെ ഒരാളെ പോലെയാ ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇത് അന്യരുടെ കാര്യമൊന്നുമല്ല, ഞങ്ങളുടെ സ്വന്തം കാര്യമാണ്. അപ്പോൾ വലിയ IAS കാരനായ അതിന്റെ ക്രെഡിറ്റ് നമുക്ക് കൂടിയല്ലേ. നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ കളക്ടറാണെന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ഗമയല്ലേ. തേങ്ങ എത്ര അരച്ചാലും താളല്ലേ കറിയെന്ന് ചോദിച്ച പോലെയാ അതിന്റെ കാര്യം. കളക്ടർ അല്ല, ഇനി വല്ല തുക്കുടി സായിപ്പാണെന്ന് പറഞ്ഞാലും ആരാ ഇതിനെയൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ? കളക്ടർ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം പറയാനുണ്ടോ? ഉത്തരമൊക്കെ ഉണ്ട്. അതെ, ലോകത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും മാത്രമല്ല, അവരെ പോലെ തന്നെ അവകാശങ്ങളും അർഹതയുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. സർക്കാരും ഈ നാട്ടിലെ നിയമവ്യവസ്ഥയൊക്കെ അവർ അംഗീകരിച്ചിട്ടുമുണ്ട്. അതൊന്നും അമ്മച്ചിക്ക് അറിഞ്ഞിട്ടാ. പിന്നെ എനിക്കറിയാതിരിക്കാൻ ഞാൻ മാനത്തുനിന്ന് പൊട്ടി വീണതൊന്നും അല്ല. എടി കൊച്ചേ, ആ പെണ്ണിനി എത്ര വലിയ കളക്ടറായി എന്ന് പറഞ്ഞാലും കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെറുക്കന്മാർ അതിനെ കെട്ടാൻ തയ്യാറാകൂ? അതിന് അപ്പൂനെന്തിനാ ഇനിയൊരു ചെറുക്കൻ? അതെ, അപ്പുനെ സ്വീകരിക്കാൻ ഒരു പെൺകുട്ടി ഇപ്പൊ തന്നെ ഉണ്ട് അമ്മച്ചി. അവര് തമ്മിൽ നല്ല സ്നേഹത്തിലാ. എന്നാലേ അത് നേരെ ചൊവ്വയുള്ള പെങ്കൊച്ചായിരിക്കുകയില്ല. അതും ഇതിനെ പോലുള്ള ആരേലും ആവും, അതുറപ്പാ. നീ മതിയാക്കിയോ? മതി മമ്മി. അതെ, കണ്ടവരുടെ മഹിമ പറഞ്ഞിരിക്കാണ്ടേ ആദ്യം ഈ വീട്ടിലൊരു കുഞ്ഞിക്കാലുണ്ടായി കാണാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കല്ലാരും. ആദ്യം അതാ വേണ്ടത്. ഹലോ. ഹലോ, ഡോക്ടർ ജോബിൻ അലക്സ് അല്ലേ? യെസ്, ആരാ സംസാരിക്കുന്നത്? ആരാ സംസാരിക്കുന്നതെന്ന് ഡോക്ടർക്ക് മനസ്സിലായില്ലേ? സോറി, ഇല്ലല്ലോ. ഇതാരാ? അപ്പൊ ഈ ശബ്ദം കേട്ടിട്ട് ഒരു പരിചയമില്ല? പരിചയമില്ലാത്തോണ്ടല്ലേ ആരാന്ന് ചോദിച്ചത്. നിങ്ങൾ ആരാ അത് പറയൂ. ഡോക്ടർ സമാധാനത്തോടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ശബ്ദം മുൻപ് എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോന്ന്? അല്ല, അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ല, അതുകൊണ്ടാ പറഞ്ഞ. നിങ്ങൾ ആരാ അത് പറയൂ. അയ്യോ, ചൂടാവല്ലേ. ഞാൻ ഡോക്ടർ ജോബിന്റെ ഒരു പഴയ ഫ്രണ്ടാ. ഫ്രണ്ട് എന്ന് പറഞ്ഞാ അതല്പം കുറഞ്ഞു പോവും. ഇപ്പോഴത്തെ ട്രെൻഡിൽ പറഞ്ഞ ബെസ്റ്റ് എന്നൊക്കെ പറയാം. എന്റെ പേര് അലീന ആന്റണീന. പക്ഷെ ഡോക്ടർ ജോബിൻ എന്നെ വിളിച്ചിരുന്നത് ഏഞ്ചൽ എന്നാ. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ ഡോക്ടർക്ക്? ഹായ് അലീന, വേറെ അറിയൂ. ഇത് എവിടുന്നാ ഇപ്പോ? എന്റെ നമ്പർ എവിടുന്ന് കിട്ടി? നീ ഏത് പാതാളത്തിൽ ഒളിച്ചാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? മോനെ ജോബിന്, നിന്റെ പിന്നാലെ തന്നെ ഉണ്ട് ഞാൻ. അലീന, നീ ഇപ്പൊ എവിടെയാ? ഞാൻ എവിടെയാന്നൊക്കെ പിന്നെ പറയാം. ഇപ്പൊ നീ എവിടെയാ അത് പറ. ഞാനിവിടെ ട്രിവാൻഡ്രം സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് അറിയാം മോനെ. നീ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ, നിന്റെ വീടിരിക്കുന്ന സ്ഥലം, നീ കെട്ടിയ പെണ്ണ്, അങ്ങനെ നിന്നെ കുറിച്ചുള്ള ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് എനിക്കറിയാം. ഓരോന്നോരോന്നായിട്ട് അങ്ങ് നിരത്തട്ടെ. അലീന, സത്യം നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. എവിടെയാണെന്ന് പറ. നീ കൂടുതൽ ഞെട്ടാൻ തയ്യാറെടുത്തോ. നാളെ ഞാൻ നിനക്കൊരു ഉഗ്രൻ സർപ്രൈസ് തരുന്നുണ്ട്. സർപ്രൈസോ? എന്താ അത്? അതൊക്കെ നാളെ എന്റെ മോൻ അറിഞ്ഞാ മതി. ഓക്കെ? ഇപ്പൊ മോൻ എന്നെ കുറിച്ച് ചിന്തിച്ച് തല പുണ്ണാക്കി പോയി കിടന്നു. ഗുഡ് നൈറ്റ്. സീ യു ബഡി.